ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ട്രങ്കിന്റെ ഫൈനൽ എപ്പിസോഡാണ്. ഇപ്പൊ ഇഞ്ചി അവളുടെ വീട്ടിലേക്കൊന്ന് നോക്കുമ്പോഴാണ് അവിടെ ഫുള്ളും ചോരയായിരിക്കും. ഇതോടെ അവള് മൊത്തത്തിൽ പേടിച്ചുപോയി. അകത്ത് ആരെയിലുണ്ടോന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടാണ് ടേസിങ്ങിനെ കുത്തിയിട്ട കത്തി മാത്രമേ കാണത്തുള്ളൂ. അപ്പോഴായിരിക്കും പെട്ടെന്ന് ആരാണ്ട് പുറത്ത് ഇങ്ങനെ സ്പീഡിൽ ഡോർ ഇട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ അവള് മൊത്തത്തിൽ പേടിച്ചറച്ച് ആ ഡോർ തുറക്കുമ്പോഴാണ് വന്നേക്കുന്ന ജീവനായിരിക്കും. അതിനുശേഷം അവൻ ഇവളെ കുറിച്ച് വിഷമിച്ച് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളാണെ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആ കത്തി വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. പക്ഷെ ജീവനാണ് സംശയത്തി ഇവിടേക്ക് വന്നത് ആ ടേസും ആണോ അല്ല ഇവളുടെ അമ്മ പണ്ട് കൊന്നെന്ന് പറഞ്ഞ് ആ കല്യാണ ചെറുക്കനാണെന്ന് ചോദിക്കും. അങ്ങനെ ഇവനിങ്ങനെ അവളെ കുറിച്ച് വിഷമിക്കുമ്പോൾ അവളാണ് പെട്ടെന്ന് ദേഷ്യത്തി ഇതൊക്കെ അവളുടെ കാര്യം പറഞ്ഞ് അവനെ മൈൻഡ് ചെയ്തിരിക്കാൻ പറയും. പക്ഷെ അവനാണ് കോൺട്രാക്ട് അനുസരിച്ച് നമ്മളിപ്പം ഭാര്യയും ഭർത്താവില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ കെയർ ചെയ്യാന്ന് പറയും. പക്ഷെ അവള് ഇത്രയും ദിവസം ഇവനോട് നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ അവളുടെ ജോലി അതായതുണ്ടെന്ന് പറയും. അതല്ലാതെ ഇവനോട് വെറുതെ സ്നേഹം ഉണ്ടെന്ന് അവൻ തെറ്റിരിച്ച് അവളുടെ തെറ്റല്ലെന്ന് ഇവള് മൊത്തത്തിൽ അവനെ അവോയ്ഡ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അവനാണ് ഇവളെ മനസ്സിലാക്കിയിട്ട് പറയും ഒരേശ് ഇവന്റെ കൂടെ പ്രണയത്തിൽ വീണോന്ന് പേടിച്ചിട്ടാണോ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. പക്ഷെ അവളുടെ ഭാഗത്താണ് ആ ചോദ്യത്തിന് ഉത്തരം കാണത്തില്ല. അതുകൊണ്ട് ജീവൻ അവിടെ നിന്ന് പോകും. ഇതേസമയം കുത്തേറ്റ ടേസും ആണ് ഫാർമസിലേക്ക് പോകുന്ന പോലെ കാണിക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മളൊരു സത്യം അറിയാൻ വരുന്നത്. അവളുടെ കല്യാണ ചെറുക്കൻ ഗേ എന്നുള്ള സത്യം ഈ ടേസും ആയിരിക്കും അവളുടെ അമ്മയോട് പാര വെച്ച്. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞ അവനും ഇവനെ കൊല്ലാനും മടിയില്ലെന്ന് പറഞ്ഞ് അവനെ വാൺ ചെയ്തിട്ടായിരിക്കും പോയത്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിന് ശേഷം ഇപ്പൊ ഇവന് ഫാർമസി വന്ന് ഇവന് മരുന്ന് അപ്ലൈ ചെയ്യാൻ പറയുമ്പോഴാണ് അവരാണ് അപ്പൊ തന്നെ പോലീസിനെ വിളിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇതറിഞ്ഞവനും സഹായിക്കാൻ വൈകി പറഞ്ഞാൽ പോരെന്ന് പറഞ്ഞ് അവൻ അവരെ കൊല്ലാൻ പോകുന്ന പോലെ ഇങ്ങനെ അടുത്തേക്ക് ചെല്ലും. അതോടെ പാവ ലേഡിയാണ് മൊത്തത്തിൽ പേടിച്ചു പറിച്ചു. അതിനുശേഷം ഇവിടെ ഇന്ത്യയുടെ കല്യാണ ചെറുക്കനെ കാണിക്കുന്ന ഇവന്റെ പേര് ഡോഹ. അങ്ങനെ അവൻ ഇപ്പൊ അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവളുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് അവളുടെ റൂംമേറ്റ് ആണ് ഇവനെ കണ്ടിട്ട് പറയും ഇവന് വേണ്ടി ഇഞ്ചി കുറെ വർഷം വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞ് അവന് ചെറുതായിട്ട് വഴക്ക് പറയുമ്പം ഇവനെ തിരിച്ചൊന്നും പറയാതെ അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് ഇവൻ ടേസുവിനെ കുത്തിയ കത്തി അവള് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കാണുന്നത്. അതേസമയം ഇവിടെ ജീവനാണ് അവൾ തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവൾ വന്ന ഉടനെ ഇവനാണ് മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് റൂമിൽ ചെന്ന് ഡോർ അങ്ങ് ലോക്ക് ചെയ്യും. ഈ റൂൾസ് ഒക്കെ ആരാടെ ഇട്ട് അവന്റെ അമ്മൂമ്മയുടെ കോൺട്രാക്ട് എന്നിട്ട് അവനെ കട്ട ദേഷ്യത്തിരിക്കും. അതിനുശേഷം അവനും ജലസായിട്ട് കൂട്ടുകാരനോട് ചെന്ന് സംസാരിച്ചോണ്ടിരിക്കും. എടാ അവൾ എന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്, ഞാൻ അവളുടെ വീട്ടിൽ പോയി എന്തോ തെറ്റ്, കല്യാണം നിന്നിട്ട് ആ ചെറുക്കന് വേണ്ടി ഇവൾ എത്ര വർഷം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. കൂടാതെ ടേസും ആണ് ഇവളെ കൊല്ലാനും നോക്കുന്നത്. ഒരു സുരക്ഷയ്ക്ക് ഞാൻ പോയി തെറ്റാണ്, ഇതൊക്കെ കുറച്ച് ഓവറാ എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരനും ആണ് സത്യത്തിൽ ഓവറാ, പക്ഷെ ഞാൻ പറഞ്ഞത് നിന്നെ കുറിച്ച്, എന്തായാലും അവൾ നിന്റെ കോൺട്രാക്ട് വൈഫ് അല്ലേ, ഇതിലൊന്നും ഉൾപ്പെടാതിരിക്കുന്നത് നല്ലത് എന്നിന് അവന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ജീവനാണ് ഇഞ്ചി മെസ്സേജ് അയക്കും ഇന്നലെ അവൾ അങ്ങനെ സംസാരിച്ചതിന് സോറി ആയിട്ട്. അതോടെ ജീവനാണ് എനിക്ക് അവളോടും ദേഷ്യമില്ല അളിയെന്ന് പറഞ്ഞ് അവൻ മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആവും. അതിനുശേഷം അന്ന് രാത്രി അവൻ ഇഞ്ചിക്ക് വേണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴാണ് അവിടേക്ക് വരുന്നത് സിയോൺ ആയിരിക്കും. അങ്ങനെ ഇവളെ കണ്ടതോടെ അവന് കുറച്ച് മൂഡൗട്ട് ആകുമ്പോൾ അവളാണ് ഇഞ്ചി അവിടെ പോയെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അങ്ങനെ അവൻ അവളിനി വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇവൾ അവനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കും. ഇഞ്ചി ഇവന്റെ കോൺട്രാക്ട് ഭാര്യയായിട്ട് ഇവൾ ഒപ്പിക്കാൻ കാരണം തന്നെ ഇവര് കോളേജിൽ എല്ലാരും ഒരുമിച്ച് പഠിച്ച. അങ്ങനെ ആ സമയത്ത് ഇഞ്ചി ഇവനെ സെറ്റാക്കാൻ നോക്കിയതൊക്കെ അവൾക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ അതിന് റിവഞ്ച് ആയിട്ട് അവൾ ഇത് ചെയ്തെന്ന് പറയുമ്പോഴാണ് ജീവനാണ് ഇത് കേട്ട് ഷോക്കായി. അപ്പൊ ഞാൻ മാത്രമല്ല നിന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നത്, നീ എന്നെക്കാളും മൊത്തത്തിൽ തകർന്നു ഇരിക്കണമെന്ന് പറഞ്ഞ് അവൻ അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അതിനുശേഷം അവളും പെട്ടെന്ന് ഇഞ്ചിയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോഴാണ് അവിടേക്ക് ഇഞ്ചിയും വരുന്നിട്ട് ഇവൾ അവളെയും ചെന്ന് വാൺ ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ ജീവനെ ഡിവോഴ്സ് ചെയ്യണമെന്ന്. ഇത് കേട്ട് അവളാണ് ഡിവോഴ്സ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു പോകുമെന്ന് ഇവൾ പേടിക്കുന്നുണ്ടെന്ന് ചോദിക്കും. പക്ഷെ സത്യത്തിൽ സിയോൺ അതാണ് പേടി. അതുകൊണ്ട് അവളും കോൺട്രാക്ട് ഇട്ട് ഞാനില്ലെന്ന് പറഞ്ഞ് അവളെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇതിനുശേഷം വീട്ടിൽ ചെന്ന് അവളും ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ജീവനാണ് പതി ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കും. അതിനുശേഷം അവനും ഒരുപക്ഷെ ഡിവോഴ്സ് ചെയ്യാണ് ഇവൾ വീണ്ടും മറ്റേ ഡോഹയുടെ കൂടെ ജീവിക്കാൻ പോണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ ഈ ചോദ്യം കേട്ട് അതേപോലെ ഇവൻ ഡിവോഴ്സ് ആയതിനു ശേഷം വീണ്ടും സിയോനായിട്ട് ഒന്നേരുവാൻ ചോദിക്കും. അങ്ങനെ രണ്ടുപേർക്കാണ് ഇതിനുള്ള ഉത്തരം കാണത്തില്ല. അതുകൊണ്ട് ആ ചോദ്യം ഉത്തരമില്ലാതെ അവിടെ തന്നെ അവസാനിക്കും. അതേസമയം ഇവിടെ സിയോണാണ് ഇവൾ അവനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന പറയുമ്പോഴാണ് അവൻ ഇവള് ഭയങ്കര ഇഷ്ടമെന്ന് പറയും. പക്ഷെ സിയോൺ അതിനെ സമ്മതിക്കാതെ അവൾക്ക് ജീവന്റെ കൂടെ ജീവിച്ചേ പറ്റത്തുള്ളെന്ന് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം അടുത്ത ദിവസം ഡോഹ അവൾക്ക് മെസ്സേജ് അയച്ച് ഇന്ന് അവർ തമ്മിൽ സംസാരിക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവളും ജീവനോട് ഈ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് അവനാണ് ഇവളെ സേഫ് ആയിട്ടിരിക്കാൻ പറയും. അതിനുശേഷം ഇവളും ഡോഹയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ സംസാരിക്കുമ്പോഴാണ് അവനാണ് ഇവർ തമ്മിലുള്ള ആ കാര്യമൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ഇവനെ കുറിച്ചുള്ള സത്യം ഇവളുടെ അമ്മ ചെയ്തെങ്കിലും അവന് ദേഷ്യമുള്ളത് ഇവളോടാണെന്ന്. കാരണം ഇവള് കാരണം അവൻ ഇതൊക്കെ സംഭവിച്ച് അവന്റെ ലൈഫ് കൊളവാക്കിയതിന് ഇവളോട് അവന് കട്ട ദേഷ്യം തോന്നിയാലും അതേസമയം ഇവളോടുള്ള സ്നേഹത്തിൽ അവന് ദേഷ്യപ്പെടാനും തോന്നി
തോന്നിയില്ല. അതുകൊണ്ടാ അവൻ ഈ 5 വർഷമായിട്ട് ഇവളെ കാണാതെ പുറത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതും പറഞ്ഞ് അവന് വിഷമിക്കുമ്പോഴാണ് ഇവളാണ് പെട്ടെന്ന് കരയാൻ തുടങ്ങും. ഇവന് വേണ്ടി ഇവള് ഈ 5 വർഷം വെയിറ്റ് ചെയ്തോണ്ടിരുന്നതാണ്. ഒരു ശിവന് കല്യാണം നിർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്ന് തന്നെ ഇവളോട് നേരിട്ടെന്ന് പറഞ്ഞോടെ എന്ന് ഇവള് വിഷമിച്ചോണ്ടിരിക്കും. കാരണം ഇവൻ ഒന്നും സംസാരിക്കാത്തോണ്ട് അവൾ ഇത്രയും വർഷം അവൻ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്ന. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് അവനും അന്ന് ഇവളോട് സംസാരിക്കാതെ പോയതിന് സോറി പറയും. അങ്ങനെ അതോടെ ഇവർ തമ്മിലുള്ള പ്രശ്നമെല്ലാം സോൾവ് ആകും. പക്ഷെ രണ്ടുപേർക്കും അന്ന് നടന്ന സംഭവത്തിനെ ആലോചിച്ച് നല്ലോണം വിഷമം കാണും. അതിനുശേഷം ഇവളും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ജീവനാണ് ഇവൾക്ക് വേണ്ടി കുറെ സമയം ബസ് സ്റ്റോപ്പ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ടതോടെ അവളും ശബ്ദത്തിൽ കരയാൻ വേണ്ടി തുടങ്ങും. ഇതോടെ അവന് മൊത്തത്തിൽ പേടിച്ചുപോയി. അവന്റെ അടുത്ത് സംസാരിച്ച വല്ലതും പ്രശ്നം നടന്നായിരുന്നു പറഞ്ഞ് ഇവൻ അതിനെ കുറിച്ച് തിരക്കും. അപ്പോഴാണ് അവളും ഇവനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടപ്പോഴ അവളറിയാതെ തന്നെ കരച്ചില്ലെന്ന് അറിയും. എന്നിട്ട് അവനെ സന്തോഷത്തി എന്നെ കണ്ടിട്ട് കരയാണ്, അപ്പൊ അത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ അവളെ കളിയാക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവർ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് അവനാണ് ഇവൻ മ്യൂസിക് ഇടുന്നതൊക്കെ അവളൊന്ന് കാണുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അവളും വരാന്ന് പറഞ്ഞ ഉടനെ അവനാണ് മൊത്തത്തിൽ സന്തോഷമായി. ഇതേ സമയം ആ ഫാർമസിയിലെ പെണ്ണിനെയാണ് ആ ടേസും കൊന്നിട്ടായിരിക്കും പോയത്. അങ്ങനെ പോലീസ് അവിടെ നിന്ന് എവിഡൻസ് ചെക്ക് ചെയ്യുമ്പോഴാണ് അവർക്കാണ് ഒരു തുള്ളി ചോര പോലും കിട്ടി കാണത്തില്ല. അതുകൊണ്ട് വേറെ വല്ല എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ തപ്പിക്കൊണ്ടിരിക്കും. ഇതേ സമയം ഇഞ്ചിയാണെ അറിയാൻ വരും ഇപ്പൊ ടേസും കുറെ ദിവസമായിട്ട് ജീവനെ തന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുവാന്ന്. അതുകൊണ്ട് അവൻ കാരണം ജീവന്റെ ലൈഫിനെല്ലാം ഡേഞ്ചർ സംഭവിക്കാന്ന് പേടിച്ചിട്ട് അവളിപ്പോ ടേസുവിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കും. പക്ഷെ അവനാണ് വിശ്വസിക്കാൻ പറ്റാതെ എന്നെ കാണാൻ നീയാണ് വിളിച്ചെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പം ഇവളാണ് എന്തുകൊണ്ട് ഇവൻ അവളെ ഫോളോ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവനോട് തന്നെ ചോദിക്കും. ഒരു ഇവളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണോ അല്ലെ ശല്യപ്പെടുത്താനാണോ എന്നതിന് അവളുടെ മനസ്സിൽ കുറെ ചോദ്യം വരുമ്പോഴാണ് ഇവനാണ് അതിനുള്ള ഉത്തരം പറയും ഇവളോട് അവന് കുറെ സ്നേഹമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പണ്ട് ഇവൾക്ക് നടക്കായിരുന്ന കല്യാണത്തിന് അവൻ ഗേയാവെന്നുള്ള സത്യം കണ്ടുപിടിച്ച് ആ കല്യാണം നിർത്തിച്ചേന്ന്. കൂടാതെ ഇപ്പൊ ജീവനോട് ഇവൾക്ക് പ്രണയമുള്ള കാര്യം അറിഞ്ഞ് ഇവർ തമ്മിലുള്ളത് കോൺട്രാക്ട് മാരേജ് ആണ് ലോകം മൊത്തം അറിയിക്കാൻ വേണ്ടിയാ അവൻ ഇന്നലെ അവളുടെ വീട്ടിലേക്ക് ചെന്ന്. കാരണം ആ കോൺട്രാക്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവളുടെ ലക്കേജിനകത്തുള്ളതെന്ന് അവൻ അറിയാം. പക്ഷെ ലക്കേജ് തപ്പാൻ പോയ സമയത്ത് ഇവളുടെ കല്യാണ ചെറുക്കം ചെയ്ത കാര്യം കൊണ്ട് അവന് വേറൊരു വ്യക്തിയെ കൊല്ലേണ്ടി വന്നെന്ന് അറിയും. അത് ആ ഫാർമസിയിലെ ലേഡിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് കേട്ടതോടെ അവളങ്ങ് ഷോക്കായിട്ട് അവൾ അപ്പം തന്നെ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും ജീവന്റെ വർക്ക് കാണാൻ വേണ്ടി അവൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് ടേസോങ്ങാണ് അവളെ ഫോളോ ചെയ്ത് അവിടേക്ക് വരും. ഇതോടെ അവളും അത് പേടിച്ചു പോകുമ്പോഴാണ് അവനാണ് എന്നോടില്ലാതെ ഇഷ്ടം എങ്ങനെ ജീവനടുത്ത് വന്നേന്ന് പറഞ്ഞ് അവളെ കുറെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് അവളും ഇവന്റെ സ്വഭാവം അവന് തന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പം ഒരു ജീവനെ കൊന്ന നീ എന്നെ സ്നേഹിക്കുമെന്ന് അവളെ ഫോഴ്സ് ചെയ്യുമ്പം അവിടേക്ക് വരുന്ന ജീവനാണ് അവനെ അടിച്ച് പഞ്ഞിക്കിടും. പക്ഷെ ടേസോങ്ങാണ് അടിയിലെ വായിച്ചിട്ട് അവൻ കളിയാക്കി രീതി ചുമ്മാ ചിരിച്ചോണ്ടിരിക്കത്തേ ഉള്ളു. അതിനുശേഷം ഇഞ്ചിയായിരിക്കും അവനെ സമാനപ്പെടാൻ പറയുന്നത്. എന്നിട്ട് ജീവനാണ് കട്ട ദേഷ്യത്തി ആ ടേസോങ്ങിനെ എങ്ങനെയല്ലേ കൊല്ലണം എന്ന് പറഞ്ഞ് അവൻ ഷൂട്ടിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. കാരണം ഇവന്റെ വീട്ടിൽ തോക്കുണ്ട്. അങ്ങനെ അവനും ജീവിതത്തിൽ നിനക്ക് ആരെങ്കിലും കൊല്ലാൻ തോന്നിയിട്ടുണ്ടോ എന്ന് അവന്റെ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോഴാണ് അവനാണ് സത്യം അങ്ങ് പറയും സ്വപ്നത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം ഇവനെ കൊല്ലുന്നതിൽ അവൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന്. അതോടെ ജീവനാണ് മൊത്തം ഷോക്കാവും. അതേസമയം ഇഞ്ചിയാണ് അവളുടെ ബോസിനെ ചെന്ന് മീറ്റ് ചെയ്തിട്ട് അവൾ ജീവനായിട്ടുള്ള കോൺടാക്ട് കഴിഞ്ഞതിന് ശേഷം അവൾ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ആയി പോകാൻ പറയും. പക്ഷെ അവർക്കാണ് അത് താല്പര്യമില്ല. കാരണം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഈ കമ്പനി ഇവളാണ്. അതുകൊണ്ട് അവളെ പിടിച്ചെടുത്താൻ നോക്കുമ്പോൾ അവളാണ് ടേസും കാരണം ഇനി ഇവരുടെ കമ്പനിക്കും പ്രശ്നം വരെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ വീട്ടിൽ വെച്ച് ജീവനും ഇന്ത്യയുടെ സേഫ്റ്റിക്ക് വേണ്ടി അവന്റെ വീട് ഫുള്ള് CCTV ഒക്കെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴായിരിക്കും അവൻ അറിയാൻ വരുന്ന സിയോ വായിച്ചെന്ന ലൈറ്റിനകത്ത് ഒരു സ്പൈ ക്യാമറ ഉണ്ടെന്ന്. അതോടെ ദേഷ്യത്തെ അവനും ആ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളുടെ ഹസ്ബൻഡാണ് പേടിച്ചുപോയി അവൻ ക്യാമറ ഉള്ള കാര്യം അറിഞ്ഞെന്നറിഞ്ഞ് സിയോൺ അപ്പൊ തന്നെ വീട്ടിലേക്ക് വരാൻ പറയും. പക്ഷെ ഇവള് വരുന്നതിന് മുമ്പ് ജീവോൺ അവിടേക്ക് വന്നിട്ട് അവൻ ചെന്ന് ആ മോണിറ്റർ വെക്കും. അപ്പോഴാണ് ഇതിനു മുമ്പ് റെക്കോർഡ് ചെയ്ത എല്ലാ സംഭവങ്ങളും അതിനകത്തുള്ള. അതോടെ ജീവനാണ് മൊത്തത്തിൽ കട്ടകരിപ്പാകും. അങ്ങനെ ഇപ്പൊ ഫ്യൂച്ചറിൽ പോലീസുകാർക്ക് ആ ലക്കേജ് കേസായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ടേസും മരിച്ചുകൊണ്ട് മേജർ സസ്പെക്ട് ആയിട്ട് ഇഞ്ചിയായിരിക്കും വിളിച്ചുവരിച്ച് ചോദ്യം ചെയ്യുന്നത്. കാരണം അവന്റെ മൊബൈൽ ഫോൺ ഫുള്ളും ഇവളുടെ ഫോട്ടോ ഉള്ള. കൂടാതെ ഇവളെ കിട്ടാൻ വേണ്ടി അവൻ പണ്ടേ അവൻ കുറെ പേരെ കൊന്നിട്ടുണ്ട്. അത് ജീവന്റെ അച്ഛനും ഒരാളാ. അങ്ങനത്തെ ഒരു സൈക്കോ തന്നെ കൊന്നത് ആരാന്ന് ഇവളെ ചോദ്യം ചെയ്യും. അന്ന് അവൻ മരിച്ച ദിവസം ഇവൾ എവിടെ ആയിരുന്നെന്ന്. അപ്പോഴാണ് അവൾ ആ നദിയുടെ അടുത്തുണ്ടായിരുന്നു അറിയും. അങ്ങനെ ഇവള് തോക്കും കൊണ്ട് ആരോ ഷൂട്ട് ചെയ്യുന്ന പോലെ ആ സീൻ അവിടെ അവസാനിക്കുക. അതിനുശേഷം പ്രസന്റിലാണ് ജീവോന ലൈറ്റിനകത്തുള്ള ക്യാമറ കണ്ടുപിടിച്ചുകൊണ്ട് ഇവൾ നേരിട്ട് കണ്ട് അവനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇഞ്ചിയുടെ കൂടെ ഒരു ദിവസം കോൺടാക്ട് ചെയ്യിപ്പിച്ചത് ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്തത് അവൻ കുറെ വിഷമിക്കണമെന്ന്. കൂടാതെ ഇവന് ഗുളികയൊക്കെ തന്നത് അതെല്ലാം ഒരു ഡ്രഗ് ആയിട്ടാ. എന്നാലും ഇനി തൊട്ടെങ്കിലും ഇവള് പറയുന്ന പോലെ ജീവൻ കേൾക്കത്തുള്ളെന്ന്. അതായത് മൊത്തത്തിൽ ജീവനെ കൺട്രോൾ എടുക്കാനാണ് അവളുടെ ആഗ്രഹം. ഇതെല്ലാം സ്റ്റാർട്ടായത് ഇവളുടെ ആ കാർ ആക്സിഡന്റ് ഇല്ല. കാരണം ഇവൾക്ക് പ്രഗ്നൻസി താല്പര്യമില്ലെങ്കിലും അവന്റെ ആഗ്രഹത്തിന് വേണ്ടി അവള് പ്രഗ്നന്റ് ആയ. അങ്ങനെ ആ കാര്യമൊക്കെ ഇവളും പറയുമ്പോഴാണ്
പറയുമ്പോഴാണ് അവനാണ് കുറ്റമില്ല സമ്മതിച്ചിട്ട് അതൊക്കെ അവന്റെ തെറ്റാന്നറിയും. പക്ഷെ എന്നാലും ഇവന്റെ പാസ്റ്റ് അറിഞ്ഞിട്ട് അവന്റെ അച്ഛൻ ചെയ്ത അതേ കാര്യം ഇവളും ചെയ്തേക്കുന്ന അവന് സഹിക്കാൻ പറ്റില്ലെന്ന് അവനാണ് മൊത്തത്തിൽ തകർന്നു വരികയും. പക്ഷെ ഇവളാണ് ഇനി ജീവൻ ഇവളെ വെറുക്കാതിരിക്കാൻ വേണ്ടി ഇവ എൻജിയുടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അവൾ നിരാശ ഈ കാര്യമൊക്കെ ചെയ്തേന്നറിയും. കൂടാതെ ഇവന്റെ അമ്മ മരിക്കാനുള്ള ഒരു കാരണം അവനാണെന്നും പിന്നെ ഇവള് സ്വന്തം കുട്ടിയെ കൊന്നുകൊണ്ടും നമ്മൾ രണ്ടുപേരും നല്ല ചേർച്ച എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷെ അവനാണ് അവസാനം മനസ്സിലായ ഇവളുടെ കൂടെ ജീവിക്കുന്ന സെറ്റ് ആവത്തില്ലെന്ന്. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളാ ദേഷ്യത്തിൽ കുറെ ഗുളിക എടുത്ത് കഴിക്കുമ്പോഴാണ് ഇതാണ് മറ്റവനെ കണ്ട് പേടിച്ചു പോയി ഇവളിങ്ങനെ ആകാൻ കാരണം ഇവനാന്ന് പറഞ്ഞ് ജീവനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറയും. അതുകൊണ്ട് സിയോൻ ആഗ്രഹിച്ച പോലെ അവൾ തിരിച്ച് ജീവന്റെ കൂടെ പോകുമ്പോഴാണ് അവളാണ് വിശ്വസിച്ചിരിക്കും ഇനി തൊട്ട് ഇവരുടെ പഴയ ജീവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. പക്ഷെ അവനാണ് നമ്മൾ തമ്മിൽ ഇപ്പൊ എല്ലാം തീർന്ന് ജസ്റ്റ് ഇവളോട് സഹതാപം തോന്നിയിട്ടാ അവളെ വിളിച്ചോണ്ടെന്ന് പറയും. അങ്ങനെ ഇവളോട് സംസാരിച്ച ശേഷം അവനാണ് മൊത്തത്തിൽ മൂഡ് ഔട്ടായി മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇഞ്ചി ഇവൻ എവിടെന്ന് കണ്ടെത്തി അവനെ വിളിച്ചോണ്ട് പുറത്തേക്ക് അങ്ങ് പോകും. അതിനുശേഷം അവൾ ഇവന്റെ മൂഡ് മാറ്റാൻ വേണ്ടി ഇവന് പ്രതികാരമായിട്ട് ആ സിയോൺ ഇതിനുമ്പോൾ അവൾ കുറെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന് അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഇതൊക്കെ കേട്ടതോടെ ജീവനാണ് മൊത്തം ഷോക്കായി പോകും. അങ്ങനെ ഇവളോട് സംസാരിച്ച ശേഷം അവന്റെ മൂഡ് മൊത്തത്തിൽ മാറിയ. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ റൊമാൻസ് ചെയ്യുമ്പോഴാണ് ഇഞ്ചിയാണ് മുമ്പേ തന്നെ ഡിസിഷൻ എടുത്ത് ടേസോൺ കാരണം ജീവന്റെ ജീവന് അപകടം വരാതിരിക്കാൻ വേണ്ടി അവനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനം എടുക്കും. പക്ഷെ ഇവളാണ് സത്യത്തിലുള്ള റീസൺ അവനോട് പറയാതെ അവൾ ഇടയ്ക്കിടയ്ക്ക് കോൺട്രാക്ടിനെതിരായിട്ട് അവളുടെ ലിമിറ്റ് ക്രോസ് ചെയ്തോണ്ട് ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറയും. ഇത് കേട്ട് ജീവനാണ് അവളെ പോകാൻ സമ്മതിക്കാതെ പരമാവധി അവളെ തടയാൻ നോക്കുമ്പോഴാണ് ഇവളാണ് ഇവ സുരക്ഷയായിട്ട് ജീവിക്കാൻ വേണ്ടി അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറയും. ഒരു കോൺട്രാക്ട് ഭാര്യയായിട്ട് മാത്രമേ അവൾ ഇത്രയും ദിവസം അവനോട് ജീവിച്ചുള്ളെന്ന്. അതുകൊണ്ട് ഇവളുടെ മനസ്സിൽ അവനൊരു സ്ഥാനമില്ലെന്ന് പറഞ്ഞിട്ട് അവനെ മൊത്തത്തിൽ ഹേർട്ട് ചെയ്യും. പക്ഷെ നമുക്കറിയാം സത്യം അതൊന്നല്ല, ഇവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ അതോടെ ഇവർ തമ്മിലുള്ള കോൺട്രാക്ട് എൻഡായി. പക്ഷെ ജീവനാണ് അവളില്ലാതെ ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ എവിടാന്ന് പറഞ്ഞ് അവൻ അന്വേഷിക്കുമ്പോൾ അവളാണ് ഇവനെ കാണേണ്ട തീരുമാനം എടുക്കും. ഇതേസമയം ടേസുങ് ആണ് ഈ കോൺട്രാക്ട് പണി ചെയ്യുന്നവരെല്ലാരും കൂടെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ തീരുമാനം എത്താൻ വേണ്ടി അവളുടെ കമ്പനിയിലെ ബോസും അവനെ കൊല്ലാൻ വേണ്ടി തീരുമാനം എടുക്കും. അതേസമയം ഇവിടെ ജീവന്റെ വീട്ടിലാണ് ആ ലൈറ്റൊക്കെ ഇപ്പൊ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ജോലി എന്നൊരു വ്യക്തിയായിട്ട് ടേസുങ് നൈസിനെ ആ വീട്ടിലേക്ക് കയറി ഇന്ത്യയുടെ ലക്കേജ് അവൻ നൈസിനെ അടിച്ചു മാറ്റും. പക്ഷെ അവനാണ് തുറക്കാൻ പറ്റുന്നില്ല, കാരണം അതിനകത്ത് ലോക്ക് ഇട്ടേക്കുക. ഇതുകൊണ്ട് അവൻ ഇന്ത്യയെ തന്നെ ഫോൺ വിളിക്കും. അങ്ങനെ അവൾ ജീവനായിട്ടുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ചാലും അവൾക്ക് ഇപ്പോഴും ജീവനോട് പ്രണയമുള്ള കാര്യം ഇവൻ അറിയാം. കൂടാതെ അവളുടെ കമ്പനിയും ഇപ്പൊ ഇവന്റെ പുറകെ വരുമെന്ന് അറിഞ്ഞിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കൂടിയ ഇവർ തമ്മിലുള്ള കോൺട്രാക്ട് പേപ്പർ അവനിപ്പോ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഈ ലക്കേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇന്ത്യയെ ഫോൺ വിളിക്കുമ്പോൾ അവളാണ് ഇവന് സമ്മതം പറഞ്ഞില്ല, ഒരു പക്ഷേ ജീവനെ ഉപദ്രവിക്കാന്ന് പേടിച്ചിട്ട് അവളെ തുറക്കാന്ന് പറയും. അപ്പോഴാണ് ഇതെല്ലാം സിയോന്റെ കോൺട്രാക്ട് ഹസ്ബൻഡും കേൾക്കുന്നത്. കാരണം ടേസുങ്ങിനെ കൊല്ല ഏൽപ്പിച്ചേക്കുന്നത് ബോസ് ഇവനോടാണ്. ഇതേസമയം ഇന്ത്യ ടേസുങ്ങിനെ മീറ്റ് ചെയ്യുന്നത് ആ നദിയുടെ അടുത്ത് തന്നെയാ. ഇതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട അവന്റെ ഇരിക്കുന്ന ലക്കേജാണ് വെള്ളത്തിലും കിടന്നത്. അങ്ങനെ അവൾ ആ ലക്കേജിന്റെ ലോക്ക് എടുക്കാൻ നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്ന ഇത് അവളുടെ ലക്കേജ് അല്ല, സിയോന്റെ ലക്കേജ് ആണെന്ന്. കാരണം ഇവൾ വാങ്ങിച്ച അതേ ലക്കേജ് ആയിരിക്കും അവളും വാങ്ങിച്ചത്. പക്ഷെ ഈ കാര്യം ഇവൻ അറിയാത്തോണ്ട് ഇവൻ കുറെ പ്രാവശ്യം ഈ സൂട്ട് കേസ് തുറക്കാൻ നോക്കിയതുകൊണ്ട് ആ ലോക്ക് ചീത്തയെന്ന് പറയും. പക്ഷെ അവനാണ് ദേഷ്യത്തിൽ നീ പറയുന്ന എല്ലാം വിശ്വസിക്കാൻ ഞാനിന്ന് മണ്ടനില്ലെന്ന്. അവനാണ് മൊത്തത്തിൽ കട്ടകലിപ്പാകും. അങ്ങനെ ഇവളെ കൊല്ലാൻ തോന്നിയാലും അവനെ കൊണ്ടത് പറ്റത്തില്ല, കാരണം അവന്റെ ചോര ഫുള്ളും ഇഞ്ചിയാണ്. അങ്ങനെ ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ അവളും ഒരുമിച്ച് ഇവന്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുമിച്ചെങ്കിലും ചാവാന്ന് അവന് വാക്ക് കൊടുക്കും. പക്ഷെ ഇത് കേട്ട് അവനാണ് വിശ്വാസം വരാതെ അങ്ങനെ ചാകുവാണ് നമുക്ക് നാളെ ചാകാന്ന് പറഞ്ഞിട്ട് അവനൊരു വ്യക്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. കാരണം അവൻ ഇന്ന് ജീവനെ കൊല്ലാൻ തീരുമാനിച്ച്. അങ്ങനെ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് പറഞ്ഞ് അവൻ അവിടെ ഓടിയെത്തുമ്പോഴാണ് ടേസുങ് ആണ് അപ്പൊ തന്നെ കത്തിയും കൊണ്ട് ജീവനെ കൊല്ലാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇതുകൊണ്ട് ഇഞ്ചി മൊത്തത്തിൽ പേടിച്ചുപോയി പെട്ടെന്ന് ജീവന്റെ അടുത്ത് നിന്ന് തോക്കെടുത്ത് ആ ടേസുങ്ങിന് നേരെ അങ്ങ് ഷൂട്ട് ചെയ്യും. പക്ഷെ ബുള്ളറ്റ് ആണ് അവന്റെ അടുത്ത് കൊണ്ടു കാണത്തില്ല. അങ്ങനെ അവനാണ് മൊത്തത്തിൽ പേടിച്ചുപോയി ആ സൂട്ട് കേസായിട്ട് അവിടെ നിന്ന് മുങ്ങും. ഇതേ സമയം അവൻ മരിച്ചെന്ന് വിചാരിച്ച് ഇവള് തന്നെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ജീവനായിരിക്കും അവളെന്ന് സമ്മാനപ്പെടുത്തുന്നത്. അവന് വേണ്ടി ഇവള് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. അതിനുശേഷം ടേസുങ് രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞ ഉടനെ ഇവള് മൊത്തത്തിൽ അപ്സെറ്റ് ആകും. എന്നിട്ട് ജീവൻ അവളും വിളിച്ചോണ്ട് അവന്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവളാണ് ഇപ്പൊ ടേസുങ് ചാവാത്തോണ്ട് മുമ്പത്തെ പോലെ ഇവനെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കും. ഇതേസമയം ടേസുങ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു കത്തിയും കൊണ്ട് സിയോന്റെ കോൺട്രാക്ട് ഹസ്ബൻഡ് ആണ് ഇവനെ കുത്തിക്കൊല്ലും. അതിനുശേഷം അവന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ സിയോണാണ് ജീവോൺ ഇവളെ വേണ്ടെന്ന് വെച്ചോണ്ട് അവൾ ഇനി തൊട്ട് ഇവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനം എടുക്കും. പക്ഷെ അവനാണ് അപ്പോഴായിരിക്കും ഒരു കാര്യം പറയുന്നത് ഇവനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവൻ ആ കമ്പനി ജോലി ചെയ്തോണ്ടിരുന്നപ്പോ ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തനെ ആ ടേസുങ് ഒരു ദിവസം കൊന്ന്. പക്ഷെ അന്ന് ഇവൻ കണ്ടിട്ടും ഒന്നും ചെയ്യാതിരുന്ന. കൂടാതെ ടേസുങ് ഇവളെയും ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ട് അതിനൊക്കെ പ്രതികാരമായിട്ട് അവനിപ്പോ കൊന്നെന്ന് പറയും. അതിനുശേഷം അവൻ ഇവിടുന്ന് പോകുന്ന മുമ്പ് ഇവൻ എപ്പോഴും അവളെ പ്രണയിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം അന്വേഷണം നടത്തി പോലീസും ടേസുങ്ങിനെ കൊന്നത് ഇവനാണെന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് സിയോണാണ് അവനെ പുറത്തെടുക്കാൻ വേണ്ടി ഒരു ലോയറിനെ അറേഞ്ച് ചെയ്യും. അതിനുശേഷം അവളും ഇവനായിട്ടുള്ള കോൺട്രാക്ട് നിർത്താതെ അവൾ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കും. എന്നിട്ട് ജീവോനും സിയോണും കൂടെ മീറ്റ് ചെയ്യുമ്പോഴാണ് അവനാണ് ഇതിനു മുമ്പ് സംഭവിച്ചതിനെല്ലാം അവളോട് സോറി പറയും. പക്ഷെ അവളത് വലിയ കാര്യമായിട്ട് എടുക്കാതെ ഇവരുടെ ലവ് സ്റ്റോറിയിൽ
അവളൊരു വില്ലനായിട്ട് തന്നെ തുടരട്ടെന്ന് പറഞ്ഞ് അവൾ തീരുമാനിക്കും. ഇതിനുശേഷം ജീവനും അവന്റെ വീടിന്റെ ഓർമ്മയെല്ലാം ഹൊറർ ആയതുകൊണ്ട് അത് അവൻ ഇടിച്ചു പൊളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ ഗിഞ്ചിയും അവളുടെ ലക്കേജ് എടുത്തോണ്ട് പോകാൻ വരുന്നത്. അതിനുശേഷം അവളും പോകുന്നതിന് മുമ്പ് ഇവന്റെ അച്ഛനോട് സിയോനുള്ള ദേഷ്യത്തിൽ ഈ വീട് നശിപ്പിക്കാതെ വിറ്റ വല്ല പൈസയെങ്കിലും കിട്ടുമായിരുന്നെന്ന് അവന്റെ തമാശ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും ഇനി ഇവർ തമ്മിൽ ഒരുമിക്കുമെന്ന് പറഞ്ഞ് അവൻ ആഗ്രഹിക്കുമ്പം അവസാനം അവനും പറയും നമ്മൾ ഒരുമിപ്പിക്കാൻ വിധി തന്നെ തീരുമാനം എടുക്കട്ടെ എന്ന്. അങ്ങനെ ഇനിയും 2 തവണ എവിടെയെങ്കിലും വെച്ച് ഇവർ കണ്ടുമുട്ടുവാണ്. അവർ ചേരുന്നതാ വിധി എന്ന് പറയും. അങ്ങനെ അതിന് അവൾ ഓക്കെ പറഞ്ഞിട്ട് ഇവർ 2 സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇപ്പൊ കുറെ ദിവസം ഇവർ 2 ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് ഇഞ്ചിയാണ് ഇവൻ പുതിയതായിട്ട് മ്യൂസിക്കിന്റെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകും. പക്ഷെ അതും ഒരു ഹൊറർ സിനിമയായിരിക്കും. എന്നിട്ട് അവളും ജീവിക്കാൻ വേണ്ടി അവളുടെ ആയിരിക്കുന്ന ലക്കേജ് വിറ്റായിരിക്കും അവൾ പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരിക്കലായിരിക്കും ഇവൾ പുറത്ത് വെച്ച് ജീവനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇത് അവർ ആദ്യത്തെ കണ്ടുമുട്ടല. അതിനുശേഷം അവരും ഇനി ഒരു പ്രാവശ്യം കൂടെ കണ്ടുമുട്ടിയ നമ്മ 2 സന്തോഷമായിട്ട് ജീവിക്കാന്ന് അവര് സന്തോഷത്തിൽ സ്മൈൽ ചെയ്യും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഡ്രാമ എടുത്തിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ നമ്മൾ സ്കൂൾ ഡ്രാമയിൽ കാണാം.